ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത വിശുദ്ധവാരത്തിലേക്ക് കടക്കുമ്പോൾ നാം ഇന്നായിരിക്കുന്നത് കൈതാരം അമലോൽഫ മാതാ ദേവാലയ അങ്കണത്തിലാണ്. ഇവിടുത്തെ വിശുദ്ധവാര കർമ്മങ്ങൾക്ക് ആരംഭമായി കുരുത്തോല വെഞ്ചിരിപ്പ് ഫാദർ പോൾസൺ പേരപ്പാടൻ നിർവഹിച്ചു. മഹത്വത്തിന്റെ രാജാവായ മിശിഹായെ, വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറൂസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്ക് ഓശാന പാടിയ സഹ്യോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതി കീർത്തനങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി നിന്നെതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ കേൾക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ പെസഹ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവന് ശുശ്രൂഷ ചെയ്യുവിൻ. കർത്താവ് ആഗതനാകുമ്പോൾ നീതിമാന്മാർ മഹത്വമണിഞ്ഞ് എതിരേൽപ്പിനായി അണയുന്നു, മേഘനിരകളിലേക്ക് പറന്നുയരുന്നു. കീർത്തനമാലപിച്ചുകൊണ്ട് പ്രവേശിക്കുകയും അവനാണ് നമ്മുടെ ദൈവവും കർത്താവുമെന്ന് അറിയുകയും. നാമല്ല, അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവന്റെ ജനവും നിശ്ചല സ്ഥലത്തെ അജഗണവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവന്റെ വാതിലുകൾ കടക്കുകയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവന് നന്ദി പറയുകയും തിരുനാമം വാഴ്ത്തി പുകഴ്ത്തുകയും. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു, അവന്റെ കൃപ ശാശ്വതമാകുന്നു, വിശ്വസ്തത തലമുറകളോളം നീളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സന്തോഷപൂർവ്വം അവനെ ശുശ്രൂഷ ചെയ്യുവിൻ. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. പൂക്കൾ വീരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥനെഴുന്നള്ളുന്നു. പൂക്കൾ വീരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥനെഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങളെങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിയിടട്ടെ. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവനപാദം നമിച്ചിടുവിൻ. ഞങ്ങളുടെ നാഥനും രക്ഷകനും രാജാതിരാജനുമായ മിശിഹായെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറൂസലേം പട്ടണത്തിലേക്കുള്ള ആഘോഷപൂർവകമായ നിന്റെ പ്രവേശനത്തിന്റെ ഓർമ്മയാചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഞങ്ങളെല്ലാവരെയും തൃക്കൺ പാർക്കണമേ. സൈത്യൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായെ, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകളെ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോല സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി ഇന്ന് നിന്നെ കേൾക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ കേൾക്കുവാനും സ്വർഗീയ ജെറൂസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
വന്നവനെ വാഴ്ത്തി പാടിടുവിൻ വിണ്ണിൻ പുവേദിയിലോശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു. പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. നാഥനു ജയഗാനം പാടുന്നു. ഓശാന ഓശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന. ജയവിളിയ ചില്ലകളുണരുന്നു പാതകളിൽ തോരണമിളകുന്നു ദൈവസുതൻ വിനയ വിരാജിതന അണയുന്നു നഗര കവാടത്തിൽ ഓശാന ഓശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന. വിണ്ടലവും ഭൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു. മാനവരും മാനവരും നൂതന സന്തോഷം നുകരുന്നു. നൂതന സന്തോഷം നുകരുന്നു. ഓശാന ഓശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന. വെണ്ണുരയലാടി അലങ്കൃതമായി നീലിമയലംബര വീഥികളും കാനനവും കാഞ്ചന പൂവനവും നാഥനു സൗരഭ്യം പകരുന്നു ഓശാന ഓശാന ദാവീദിൻ സൂനുവിനോശാന ഓശാന ഓശാന. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. സുധിരൻ
വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ രാജകീയമായ ജെറുസലേമിലേക്കുള്ള വരവിനെ അനുസ്മരിപ്പിക്കുന്ന ഓശാന ഞായറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാഹാത്മ്യത്തെക്കുറിച്ചും ഫാദർ പോൾസൺ പേരപ്പാടൻ വചന സന്ദേശം നൽകുകയുണ്ടായി. അത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും ആ കഥാപുസ്തകത്തിന്റെ മാറ്റമില്ലാത്തതുകൊണ്ട് ഏത് അവസരത്തിൽ ഒരു വിളിച്ചാലും മായാവി വരും. അങ്ങനെ ഒരു മായാവിയല്ല നമ്മുടെ ദൈവം. നമ്മുടെ സങ്കടങ്ങളുടെ അവസ്ഥകളൊക്കെ നമ്മൾ ഉറക്കെ കരയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ മാത്രം കേട്ടുകൊണ്ട് ഒരുപക്ഷെ ആത്മാർത്ഥമില്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ അതെങ്ങനെ ദൈവം കേൾക്കുക? ആത്മാർത്ഥമില്ലാത്ത പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ദൈവത്തിന്റെ ചെവികളൊക്കെ അടഞ്ഞു പോവുകയാണ്. ഇപ്പൊ വാക്കുകൾ കൊണ്ട് എന്തെല്ലാം കാണിച്ചാലും കാര്യമില്ല. ആത്മാർത്ഥത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓശാന വിളികളുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. 1924 പല്ലനയാറ്റിൽ വെച്ച് ഒട്ടുമുങ്ങി മരിച്ച ഒരു മഹനീയനായ വ്യക്തി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. ഒരു മഹാകവി കുമാരനാശനാണ്. കുമാരനാശൻ 1924 പല്ലനയാറ്റില് ബോട്ട് മുങ്ങി മരിക്കുമ്പോൾ ആ ബോട്ടിന്റെ പേര് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. ബോട്ടിന്റെ പേര് റെഡീമർ, രക്ഷകനായിരുന്നു ആ ബോട്ടിന്റെ പേര്. അതേ ബോട്ട് മുങ്ങി തന്നെയാണ് കുമാരനാശൻ മരിക്കുന്നത്. അപ്പൊ ബോട്ടിന്റെ തലപ്പൊക്കത്തിൽ രക്ഷകൻ എഴുതി വെച്ചതുകൊണ്ട് അത് രക്ഷയായിട്ട് മാറുകയാണ്. രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ മുമ്പിൽ ദൈവം തുറക്കുന്ന ഒരു വാതിലാണ്. ആ വാതിലുകൾക്ക് ശക്തമായ ഓടാമ്പലുണ്ട്. ശക്തമായ തല്ല് തുറന്നു വേണം അകത്തുകാരനായിട്ട്. അതിന് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ആവശ്യങ്ങളൊക്കെ അവിടെ അത്യന്താപേക്ഷിതമാണ്. യേശു രക്ഷകനാണ് എന്ന് പറയുമ്പോൾ എന്താണ് യേശു രക്ഷകനാക്കി മാറ്റിയത്? നമ്മളൊക്കെ ഓശാന പാടി കർത്താവിനെ ഞാൻ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ യേശുവിൽ രക്ഷകൻ എന്നുള്ള ഒരു സ്ഥാനം നമ്മളായിട്ട് ലഭിച്ചു കൊടുക്കുന്നതല്ല. ഇന്നു മുതൽ താൻ ഇവിടെ രക്ഷകനാണെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളാരും ഈശോയെ അപ്പോയിന്റ് ചെയ്തത്. അവൻ രക്ഷകനായിട്ട് മാറുന്നതിന് പുറകിൽ അവന്റെ ജീവിത ശൈലിയുണ്ട്. അവൻ തോൽപ്പിച്ച പ്രവർത്തനങ്ങളുണ്ട്. അവൻ വേണമെന്ന് വെച്ച ആഗ്രഹങ്ങളുണ്ട്. ഓരോ കാര്യങ്ങളോടും അവൻ പുലർത്തിയിരുന്ന വളരെ കൃത്യമായ ഒരു ശുദ്ധ മനോഭാവമാണ് നാം രക്ഷിക്കേണ്ട കാര്യമാണ്. ഈശോ തന്റെ ജീവിതത്തിൽ പുലർത്തിയ മനോഭാവങ്ങളെ നമ്മൾ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പുറമേ രക്ഷകന്റെ ആവശ്യമില്ല. നമ്മുടെ രക്ഷകര് നമ്മുടെ തന്നെയായിട്ട് മാറും. അതുകൊണ്ടാണ് ഈശോയുടെ മാർഗം സ്വീകരിച്ച ആളുകളെയൊക്കെ പണ്ട് കാലത്ത് മാർഗവാസികൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നതിനൊരുപാട് വ്യത്യസ്തങ്ങളായ ദൈവിക നിയമങ്ങൾ പാലിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ഭാരമായി തോന്നിയാലും അവയെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സന്നദ്ധരാക്കണം. കർത്താവെ അനുഗ്രഹിക്കണമേ. മൂന്നാം സ്ഥലം ഈശോയോടുകൂടെ നിരത്തി വീഴുന്നു. ജീവിതക്ലേശങ്ങളുടെ ഭാരം ഞങ്ങളെ തളർത്തുമ്പോൾ നിരാശരാകാതെ ഉണർവോടെ ജീവിതയാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവേ അനുഗ്രഹിക്കണമേ. മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണ്. ഞങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.